ഹരേ കൃഷ്ണ. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമുക്കിന്ന് 7ാമത്തെ ശ്ലോകം നോക്കാം. 7ാമത്തെ ശ്ലോകത്തിൽ കഴിഞ്ഞ ശ്ലോകത്തിൽ, അതായത് 6ാമത്തെ ശ്ലോകത്തിൽ ബ്രഹ്മാവാകെ കണ്ണുകൊണ്ട് ഭഗവാന്റെ ശരീരം കാണുകയാണ്. 100 ദിവ്യ സംവത്സരം സമാധിയിലിരുന്ന് ജ്ഞാനം ഉണ്ടായി, ബോധോദയം പ്രബോധ വിശദീകൃത, അങ്ങനെ ബോധമുണ്ടായി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ അകക്കണ്ണുകൊണ്ട് ബ്രഹ്മാവ് ആ ഭഗവാന്റെ തിരുവുടൽ ദർശിക്കുകയാണ്. ആ തിരുവുടൽ എന്നെയും കാണിച്ചു തരണേ, ഞാനും ധ്യാനിക്കുന്നു എന്ന് മേൽപ്പത്തൂർ ധ്യാനിക്കുകയായിരുന്നു. 6ാമത്തെ ശ്ലോകത്തിൽ നമുക്ക് 7ാമത്തെ ശ്ലോകം നോക്കാം. ശ്രുതി പ്രകരദർശിത പ്രചുരവൈഭവ ശ്രീപതേ ഹരേ ജയ ജയ പ്രഭോ പദമുപൈഷിദിഷ്ട്യാദൃശോ കുരുഷ്വധിയമാശു മേ ഭുവനനിർമ്മിതൗ കർമ്മഠാ ഇതി ദ്രുഹിണവർണ്ണിത സ്വഗുണബംഹിമാ പാഹി മാം. ശ്രുതി പ്രകരദർശിതം പ്രചുരവൈഭവ ശ്രീപതേ ഹരേ ജയ ജയ പ്രഭോ ദിഷ്ട്യാ ദൃശോ പദം ഉപൈഷി ആശുമേ ധിയം ഭുവനനിർമ്മിതൗ കർമ്മഠാം കുരുഷ്വ ഇതി ദ്രുഹിണവർണ്ണിത സ്വഗുണബംഹിമ മാം പാഹി. ഇവിടെ ഭഗവാനെ വീണ്ടും വന്ദിച്ചുകൊണ്ട് പാഹി കാത്തിരണ എന്നാണ് പറയുന്നത്. വീണ്ടും ഇവിടെ ഭഗവാനെ ഗുരുവായൂരപ്പ വിജയിച്ചരുളിയാലും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശ്രുതി പ്രകരദർശിത പ്രചുര വൈഭവ ശ്രീപതേ. ശ്രീപതേ ശ്രീയുടെ പതിയാണ്, അതായത് ഐശ്വര്യത്തിൻ്റെ ഇരിപ്പിടമായ ശ്രീ മഹാലക്ഷ്മിയുടെ പതി. ശ്രീപതേ ഗുരുവായൂരപ്പ വിജയിച്ചരുളിയാലും. ഹരേ കൃഷ്ണ ജയിക്കുക ജയിക്കുക എന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് ഇവിടെ ശ്രുതിപ്രകരദർശിതം എന്ന് പറഞ്ഞാൽ, ഇവിടെ ശ്രുതിപ്രകരം എന്ന് പറഞ്ഞിരിക്കുന്ന വേദസമൂഹങ്ങളാലാണ് വ്യക്തമാക്കപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഭഗവാൻ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുവാണ്. സർവവ്യാപിയായ ഭഗവാൻ, അത്രയും മഹത്വമുള്ളവനും മാഹാത്മ്യമുള്ളവനുമായ ശ്രീപദേ ഹരേ ജയ ജയ എന്ന് പറഞ്ഞിട്ട് ആ ലക്ഷ്മി വല്ലഭനെ അങ്ങനെ വിജയിച്ചാലും എന്ന് വന്ദിക്കുകയാണ്. പ്രഭോ, ഇനി മേൽക്കുമേൽ വിജയിച്ചരുളിയാലും പ്രഭോ എന്നാണ് പറയുന്നത്. ദൃഷ്ട്യാ ദൃശോഹോ പ്രഭോ, ഭാഗ്യവശാൽ അവിടുന്ന് എൻ്റെ കണ്ണുകൾക്കും മുമ്പിൽ വിഷയമായി തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എവിടെയാണ് ഇരിക്കുന്നത്? ശ്രീ മേൽപ്പത്തൂർ ഗുരുവായൂരപ്പൻ്റെ മുമ്പിലല്ലേ? ഞാനും അവിടുത്തെ തിരുമുമ്പിലാണ് വന്നിരിക്കുന്നത്. എൻ്റെ കണ്ണുകൾക്ക് മുമ്പിലും അവിടുന്ന് ഇങ്ങനെ ഇപ്പോൾ കാണാം. ഉപേക്ഷി എൻ്റെ കണ്ണുകൾക്കും, പ്രഭോ ദിഷ്ട്യാ ദൃശോ പദം ഉപേക്ഷി, എൻ്റെ കണ്ണുകൾക്ക് മുമ്പിലും അവിടുന്ന് വിഷയമായി തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാനും ഇപ്പോൾ അവിടുത്തെ തിരുമുമ്പിൽ യാചനയുമായിട്ട് വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. എനിക്ക് അവിടുത്തെ ദർശനം ലഭിച്ചിരിക്കുന്നു. ആശുമേ ധിയം, ധിയം എന്ന് പറഞ്ഞിരിക്കുന്ന ബുദ്ധിയാണ്. ആശു വേഗത്തിൽ, മേ എൻ്റെ ബുദ്ധിയെ, മേ ധിയം എൻ്റെ ബുദ്ധിയെ, ഭുവനനിർമ്മിതൗ കർമ്മഠാം കുരുഷ്വ, ഇനി താമസിയാതെ എൻ്റെ ബുദ്ധിയെ ഭുവനങ്ങളെ സൃഷ്ടിക്കുക എന്ന കാര്യത്തിൽ വളരെ ശ്രേഷ്ഠമാക്കി തീർക്കണം. എനിക്ക് ആ ഭുവനം, എൻ്റെ കർമ്മം നിർവഹിക്കാൻ എന്നെ പ്രാപ്തനാക്കണം. കർമ്മഠാം കുരുഷ്വ, എന്നെ കർമ്മം ചെയ്യാൻ പ്രാപ്തനാക്കണം എന്ന് ഈ ബ്രഹ്മാവ് പ്രാർത്ഥിച്ചു എന്ന് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. ആശുമേധിയം പ്രഭോ ദിഷ്ട്യാ ദൃശോഹോ പദം ഉപേക്ഷി, അത്രയും മേൽപ്പത്തൂർ പറയുന്നതാണ്. ആശുമേധിയം ഭുവനനിർമ്മിതോ കർമ്മഠാം കുരുഷ്വ എന്ന് ഇവിടെ അദ്ദേഹം ബ്രഹ്മാവ് പറയുന്നതാണ്. ഇങ്ങനെ എനിക്ക് ഭുവനം നിർമ്മിക്കാൻ, അതായത് പ്രപഞ്ച സൃഷ്ടിക്ക് തക്കവണ്ണം എന്നെ ആക്കി തീർത്തിയ, എൻ്റെ ബുദ്ധിയെ ആക്കി തീർത്താലും എന്ന് ബ്രഹ്മാവ് പറഞ്ഞു. ഇതി ഇപ്രകാരം ദ്രുഹിണവർണ്ണിത സ്വഗുണബംഹിമ മാം പാഹി എന്നാണ്. ഇപ്രകാരം ബ്രഹ്മാവിനാൽ വർണ്ണിക്കപ്പെട്ട ആ അതിശയകരമായ അവിടുന്ന് മഹത്വത്തോടുകൂടിയ, അതിശയകരമായ മഹത്വത്തോടുകൂടിയ അവിടുന്ന് ഈ ഉള്ളവനെ കാത്തിരക്ഷിക്കണേ എന്ന്. സഗുണബംഹിമ ബംഹിമ പാഹിമാം എന്ന് പറഞ്ഞിരിക്കുകയാണ്. ദ്രുഹിണ വർണ്ണിതം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിനാൽ വർണ്ണിക്കപ്പെട്ട. ആശുമേധിയം എന്ന് പറഞ്ഞാൽ വേഗം എൻ്റെ ബുദ്ധിയെ, ഭുവനനിർമ്മിതൗ കർമ്മഠാം കുരുഷ്വ, ഭുവനങ്ങളെ സൃഷ്ടിക്കുക എന്ന മഹത്തായ കർമ്മത്തിന്
പ്രാപ്തൻ ആക്കിയാലും അല്ലെങ്കിൽ എന്നെ അതിന് സാമർഥ്യമുള്ളതാക്കിയാലും ഇതിദ്രുഹിണ വർണ്ണിത, ഇപ്രകാരം വർണ്ണിക്കപ്പെട്ട ആരാലാണ്? ദ്രുഹിണൻ എന്ന് പറഞ്ഞ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ബ്രഹ്മാവിനാൽ വർണ്ണിക്കപ്പെട്ട ആ മഹത്തായ അതിശയത്തോടുകൂടി അങ്ങ് ഈ ഉള്ളവനെയും കാത്തുരക്ഷിക്കണമേ എന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ശ്ലോകത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. 8ാമത്തെ ശ്ലോകം. വിഭോ ലഭസ്വഭുവനത്രയീ രചനദക്ഷതാമക്ഷതാം ഗൃഹാണമദനുഗ്രഹം കുരു തപശ്ച ഭൂയോ വിധേ ഭവത്വഖിലസാധനി മൈജഭക്തിരത്യുത്കടേ ത്യുദീര്യഗിരമാദധാ മുദിതചേതസം വേധസം ഭവത്വഖിലസാധനി മൈജഭക്തിരത്യുത്കടേത് ഉദീര്യഗിരമാദധാ മുദിതചേതസം വേധസം ഉദീര്യഗിരമാദധാ മുദിതചേതസം വേധസം വിധേ അക്ഷതാം ഭുവനത്രയീ രചനദക്ഷതാം ലഭസ്വ മദനുഗ്രഹം ഗൃഹാണ തപഃ ച ഭൂയഃ കരു അഖിലസാധനി മയി ഭക്തിഃ ച അത്യുത്കടാ ഭവതു ഇതി ഗിരം ഉദീര്യ വേധസം മുദിതചേതസം ആദധാഹ. ഇവിടെ അല്ലയോ ബ്രഹ്മാവേ, വിധേ എന്ന് വിളിച്ചിരിക്കുന്ന വിധി വിരിഞ്ചനാണ്. അക്ഷതാം ഭുവനത്രയീ, ക്ഷതം ഇല്ലാത്തത്, ഒരു ഹാനിയുമില്ലാത്ത ഭുവനത്രയീ രചനദക്ഷതാം ലഭസ്വ. അതായത് കഴിഞ്ഞ ശ്ലോകത്തിൽ എനിക്ക് പ്രപഞ്ച സൃഷ്ടിക്ക് വേണ്ട കർമ്മഠാം എന്ന് പറഞ്ഞു. കർമ്മഠാം ഗുരുഷ്വ, എന്നെ ആ കർമ്മത്തിൽ സാമർഥ്യമുള്ളവനാക്കി തീർത്താലും എന്ന് പ്രാർത്ഥിച്ചു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് കുരു തപശ്ച ഭൂയോ വിധേ, സ്വയംഭൂവായ ബ്രഹ്മൻ വിധേ എന്ന് പറഞ്ഞാൽ വിധാതാവേ, സ്വയംഭൂവായ ബ്രഹ്മാവിനെ വിളിച്ചിരിക്കുകയാണ്. ഇനിയും തപസ്സു ചെയ്താലും കുരു തപശ്ച എന്ന് പറഞ്ഞാൽ തപഹ ച, ഇനിയും ആദ്യം തപസ് ചെയ്തില്ലേ 100 വർഷം, പിന്നെ കുറേ കാലം 100 ദിവ്യവത്സരം സമാധിയിലുമായിരുന്നു ഈ ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട്. ഈ താമരപ്പൂവിൻ്റെ ആശ്രയം കണ്ടെത്താൻ വേണ്ടി എവിടെ നിന്നാണ് ഉണ്ടായതെന്ന് കാണാൻ വേണ്ടി സമാധിയിലുമായിരുന്നു. അത് കഴിഞ്ഞിപ്പോൾ ഉണർന്നു കഴിഞ്ഞ് അകക്കണ്ണുകൊണ്ട് ഭഗവാനെ അങ്ങ് കണ്ടപ്പോൾ പറയുന്നത് ഇനിയും തപസ് ചെയ്താലും എന്നാണ് പറയുന്നത്. തപഹ ഗുരു ലഭസ്വ, ലഭിക്കുമാറാകട്ടെ. എന്താണ് ലഭിക്കേണ്ടത്? അക്ഷതാം, ഒരു ഹാനിയും തട്ടാത്തതും, ഭുവനത്രയീ രചനദക്ഷതാം, അതായത് ത്രൈലോക്യ സൃഷ്ടിക്ക് വേണ്ടതായ സാമർഥ്യം ആ വിധേ ലഭസ്വ, അവിടത്തേക്ക് ബ്രഹ്മാവായ ആ അല്ലയോ ബ്രഹ്മൻ അവിടത്തേക്ക് ലഭിക്കട്ടെ. മദനുഗ്രഹം ഗ്രഹാണ, അതിനായിട്ട് എൻ്റെ അനുഗ്രഹം. മദനുഗ്രഹം എന്ന് പറഞ്ഞാൽ എൻ്റെ അനുഗ്രഹം, ഗ്രഹാണ സ്വീകരിച്ചാലും കൈക്കൊണ്ടാലും എന്ന് പറയുകയാണ് ഭഗവാൻ. കുരു തപശ്ച ഭൂയോ വിധേ, തപസ് ഇനിയും ചെയ്യുകയും വേണം. അഖില സാധനീമയി, ഏത് കാര്യത്തെയും സാധിപ്പിക്കുന്നതിന് മയി ഭക്തി, എന്നിലുള്ള ഭക്തിയും ച, ആ ഭക്തി ച ഭക്തിയും അത്യുത്കട ഭവതു, അതിതീവ്രമായി നിലനിൽക്കട്ടെ എന്ന്. ഞാൻ തപസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ എന്തിനാ? വെറുതെ തപസ് ചെയ്താൽ പോരാ, എന്നിലുള്ള ഭക്തി അത്യുത്കടമായി തീവ്രമായ ഭക്തിയോടുകൂടി തന്നെ വേണം തപസ് ചെയ്യാനെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്യുത്കട ഭവതു, അതിതീവ്രമായി നിലനിൽക്കട്ടെ ആ ഭക്തി, അതൊട്ടും കുറയ്ക്കണ്ട എന്ന് പറഞ്ഞു. ഇതിഗിരം ഉദീര്യ, ഗിരം വാക്കാണ് ഇത്. ഇപ്രകാരമുള്ള വാക്കുകളെ ഉദീര്യ പറഞ്ഞിട്ട് മുദിത ചേതസംവേദസ ആദധാഹ, അവിടുന്ന് ബ്രഹ്മാവിനെ സന്തുഷ്ടചിത്തനാക്കി തീർത്തു എന്നാണ്. മുദിത ചേതസം, ആ മനസ്സിനെ വളരെ സന്തുഷ്ടനാക്കി, മനസ്സ് വളരെ സന്തോഷമുള്ളവനാക്കി എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിനെ വേധസം ബ്രഹ്മാവിനെയാണ് പറഞ്ഞിരിക്കുന്നത്. ആ ബ്രഹ്മാവിൻ്റെ മനസ്സിനെ വളരെ സന്തുഷ്ടനാക്കി തീർത്തു, അതായത് ബ്രഹ്മാവിനെ സന്തുഷ്ടനാക്കി തീർത്തു. നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈശ്വരാനുഗ്രഹം എത്ര ഉണ്ടായാലും കർമ്മം ചെയ്താലേ ഏത് കാര്യവും നടക്കൂ. ആ കർമ്മം ചെയ്യാനുള്ള സാമർഥ്യം ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് ബ്രഹ്മാവ് പ്രാർത്ഥിച്ചത്. അപ്പോൾ ബ്രഹ്മാവിനോട് എന്താണ് പറഞ്ഞത്? തപസ് ചെയ്യൂ, ഇനിയും തപസ് ചെയ്യൂ. എൻ്റെ അനുഗ്രഹം മാത്രം മതിയെന്ന് വിചാരിച്ചാൽ പോരാ, എൻ്റെ അനുഗ്രഹത്തോടു കൂടി എന്ത് വേണം? ഭക്തിയും കൂടെ വേണം. ആ ഭക്തി ഉണ്ടെങ്കിലേ ഏത് കാര്യവും നടക്കുകയുള്ളൂ. അപ്പോൾ കർമ്മം വേണം, ഭക്തി വേണം, എൻ്റെ അനുഗ്രഹം വേണം. നമ്മളാണെങ്കിലും നമ്മൾ കർമ്മം ചെയ്താൽ മാത്രം പോരാ, ഭഗവാനെ ഉറച്ച മനസ്സോടെ പ്രാർത്ഥിക്കണം. അതോടുകൂടി ആ ഉറച്ച മനസ്സോടെ പ്രാർത്ഥിക്കാൻ എന്തുണ്ടാവണം? നമ്മളിൽ
ഭക്തി ഉണ്ടാവണം. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത 9ാമത്തെ ശ്ലോകം നോക്കാം. ശതം കൃപതപാസ്തതഃ സഖലു ദിവ്യസംവത്സരാൻ അവാപ്യ ച തപോബലം മതിബലം ച പൂർവാധികം ഉദീക്ഷ്യ കില കമ്പിതം പയസി പങ്കജം വായുനാ ഭവദ്ബലവിജൃംഭിത പവനപാധസി പീതവാൻ തതഃ സഹ ഖലു ശതം ദിവ്യസംവത്സരാൻ കൃതതപാഃ പൂർവാധികം തപോബലം മതിബലം ച അവാപ്യ ച പങ്കജം പയസി വായുനാ കമ്പിതം കില ഉദീക്ഷ്യ ഭവദ്ബലവിജൃംഭിതഃ പവനപാധസി പീതവാൻ ശതം ദിവ്യസംവത്സരാൻ അത്യന്ത സംയോഗേ ദ്വിതീയ. ദിവ്യസംവത്സരാൻ എന്നുള്ള വാക്കിനാണ് ആ വഴക്കുണ്ടായിരിക്കുന്നതാണ് അത്യന്ത സംയോഗേ ദ്വിതീയ വിഭക്തിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദ്വിതീയ വിഭക്തിയെക്കുറിച്ചൊന്നും നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്കിത് അത്രയും കൂടുതൽ വിഭക്തിയെക്കുറിച്ചൊന്നും പറഞ്ഞു തരാൻ എനിക്കറിയില്ല. ജസ്റ്റ് എനിക്ക് വളരെ സരളമായിട്ടേ അറിയുള്ളൂ വിഭക്തികളൊക്കെ എന്താണെന്നറിയാം എന്നല്ലാതെ. അപ്പം ഇതിൻ്റെ മീനിങ് ജസ്റ്റ് വായിച്ച് പറയാമെന്നേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇതിൽ 12ാമത്തെ ദശകത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഈ സമുദ്രത്തിൽ വളരെയധികം നക്രം ചക്രം തിമിംഗലം അങ്ങനെ എല്ലാം ഉണ്ട്. വലിയ വലിയ ജീവികളുള്ള ഈ സമുദ്രത്തിൽ ബലമുള്ളതും ബലമില്ലാത്തതുമായ അനേകം ജീവികളുള്ള ഈ സംസാര സാഗരത്തിലെ ഒരു ചെറിയ ജീവിയാണ് ഞാൻ. വിഭക്തിയുടെ കാര്യത്തിലാണെങ്കിലും എല്ലാത്തിലും. അപ്പോൾ എന്നാലായത് എന്നേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഈ 9ാമത്തെ ശ്ലോകത്തിൻ്റെ മീനിങ് നോക്കാം. ശതം കൃതതപാസ്തതഃ. കൃത ചെയ്തു. എന്താണ് ചെയ്തത്? ശതം ദിവ്യസംവത്സരാൻ അനന്തരം 100 മുഴുവൻ സംവത്സരവും തപസ് അനുഷ്ഠിച്ചു. അല്ലേ? ആ ബ്രഹ്മാവ് വീണ്ടും തപസ് ചെയ്യുമെന്ന് പറഞ്ഞു. ബ്രഹ്മാവ് ഏകാഗ്രമായ ബുദ്ധിയോടുകൂടി ഭക്തിയോടുകൂടി ആ ഭഗവാനെ തപസ് ചെയ്തു. പൂർവാധികം തപോബലം മതിബലം ച അവാപ്യ. അവാപ്യ എന്ന് പറഞ്ഞു നേടി, പ്രാപിച്ചു. എന്താണ് പൂർവാധികം എന്ന് പറഞ്ഞാൽ മുൻപുണ്ടായിരുന്നതിനേക്കാൾ അധികം തപോബലം കിട്ടി, മതിബലം ബുദ്ധിയും കിട്ടി, അതുപോലെ തന്നെ മനഃശക്തിയും കിട്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മതി ബുദ്ധിയാണ് ഇവിടെ. മതിബലം മനോബലം ബുദ്ധിശക്തിയും കിട്ടി. അങ്ങനെ 100 സംവത്സരം വീണ്ടും തപസ് ചെയ്യുന്ന ബ്രഹ്മാവിനാകട്ടെ മുൻപുണ്ടായിരുന്നതിനേക്കാൾ പൂർവാധികം മുൻപുണ്ടായിരുന്നതിനേക്കാൾ തപോബലവും മനഃശക്തിയും കിട്ടി, ബുദ്ധിശക്തിയും കിട്ടി. എന്നിട്ടോ പങ്കജം പയസി വായുന. താമരപ്പൂവിനെ ആ ജലത്തിൽ ഈ കാറ്റത്തിങ്ങനെ ആടിക്കളിക്കുന്നതായിട്ട് കാണവേ കമ്പിതം എന്ന് പറഞ്ഞാൽ ഇളകിക്കൊണ്ടിരിക്കുന്ന കില ഉദീക്ഷ്യ. വീണ്ടും ഇങ്ങനെ നോക്കുമ്പോൾ എന്താ കാണുന്നത്? പയസി പങ്കജം വായുന. പങ്കജം താമരപ്പൂവ്, പയസി വെള്ളത്തിൽ, വായുന കാറ്റിൽ, കമ്പിതം ഇളകി ആടിക്കൊണ്ടിരിക്കുന്നതായിട്ട് കണ്ടു. വീണ്ടും ഭവദ്ബല വിജൃംഭിത. അവിടുന്നാകുന്ന ഒരു ബലത്തിൽ പ്രഭാവമുറ്റവനായിട്ട്. ഇപ്പം എന്താ പറഞ്ഞിരിക്കുന്നത്? തപസ് ചെയ്യൂ, നിനക്ക് അവിടത്തേക്ക്, നിനക്ക് അങ്ങനെ പറയാൻ പാടില്ല, ക്ഷമിക്കണം. ഇനി ഭഗവാന്റെ കൃപയാൽ തപോബലം കിട്ടിയിട്ടുണ്ട്, ബുദ്ധിശക്തി കിട്ടിയിട്ടുണ്ട്, മനഃശക്തി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഭഗവാന്റെ ആ പ്രഭാവത്താൽ ഇപ്പോൾ ബ്രഹ്മാവിനെല്ലാം കയ്യിലുണ്ട്. അതുകൊണ്ട് എന്തു ചെയ്തു? ആ വായുവിനെയും ജലത്തെയും പാനക്രിയയാൽ ഉൾക്കൊണ്ട് കളഞ്ഞു എന്നാണ് എഴുതിയിരിക്കുന്നത്. പാനക്രിയ എന്ന് പറഞ്ഞാൽ പാനം ചെയ്തു, കുടിച്ചു കളഞ്ഞു. ആ കാറ്റത്തിങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയല്ലായിരുന്നു വെള്ളത്തിൽ. അപ്പോൾ കാറ്റുകൊണ്ടാണ് പൂവ് ആടിക്കൊണ്ടിരുന്നത്. ബ്രഹ്മാവ് എന്ത് ചെയ്തു? അതിനെ അങ്ങ് പാനം ചെയ്തു, കുടിച്ചു കളഞ്ഞു എന്ന് അർത്ഥം. ഇനി 10ാമത്തെ ശ്ലോകത്തിൽ തവൈവ കൃപയാ പുനഃ സരസിജേന തേനൈവ സ പ്രകൽപ്യ ഭുവനത്രയീം പ്രവവൃതേ പ്രജാ നിർമ്മിതൗ തഥാവിധ കൃപാഭരോ ഗുരുമരുത്പുരാധീശ്വര ത്വമാശു പരിപാഹി മാം ഗുരുദയോക്ഷിതൈരീക്ഷിതൈഃ പുനഃ സഹ തവ കൃപയാ ഏവ തേന സരസിജേന ഏവ ഭുവനത്രയീം പ്രകൽപ്യ പ്രജാനിർമ്മിതൗ പ്രവവൃതേ ഗുരുമരുത്പുരാധീശ്വര ത്വം തഥാവിധ കൃപാഭരഃ ഗുരുദയോക്ഷിതൈഃ ഈക്ഷിതൈഃ ആശു മാം പരിപാഹി കാത്തുരക്ഷിക്കണേ എന്ന് വീണ്ടും പറഞ്ഞിരിക്കുന്ന 5ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞതുപോലെ, അതുപോലെ 7ാമത്തെ ശ്ലോകത്തിലും പറഞ്ഞു, എന്നെ കാത്തുരക്ഷിക്കണേ,
സ്വഗുണബം ഹിമ മാം പാഹി എന്ന് പറഞ്ഞില്ലേ, അതുപോലെ ഇവിടെ തവയേവ പുനഃ സഹ തവ കൃപയ എന്ന് പറഞ്ഞാൽ തവൈവ കൃപയാ പുനഃ വീണ്ടും അവിടുത്തെ കൃപയാൽ, ആ ബ്രഹ്മാവ് വീണ്ടും പറയാണ് അവിടുത്തെ കൃപയാൽ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ദയ കൊണ്ട്, അവിടുത്തെ കാരുണ്യം കൊണ്ട്, സരസിജേന തേനൈവ എന്ന് പറഞ്ഞാൽ തേന ഏവ സ പ്രഗൽഭ്യ ഭുവനത്രയും, എന്തു ചെയ്തു? അവിടുത്തെ കൃപ കൊണ്ട്, അവിടുത്തെ പ്രഭാവത്താലാണ്, ബ്രഹ്മാവിൻ്റെ ശക്തി കൊണ്ടാണെന്ന് പറയുന്നില്ല, സൃഷ്ടിയാണ് ബ്രഹ്മാവിൻ്റെ ജോലിയെങ്കിലും ഇവിടെ പറഞ്ഞിരിക്കുന്ന അവിടുത്തെ ഭഗവാന്റെ കൃപ കൊണ്ടാണ്, ഭഗവാന്റെ കാരുണ്യത്താലാണ് അദ്ദേഹം, ആ ബ്രഹ്മാവ് ആ നാഭികമലം കൊണ്ട് തന്നെ ത്രൈലോക്യത്തെ വിഭക്തമായി നിർമ്മിച്ചു എന്ന് പറഞ്ഞാൽ ത്രൈലോക്യമായിട്ടാണ്. ആകെ 14 ലോകം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ? 14 ലോകം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഭൂലോകത്തിന് താഴോട്ടുള്ളത് ഊർധ്വലോകങ്ങളാണ്. ആ ഊർധ്വലോകങ്ങളും അതുപോലെ തന്നെ മുകളിലേക്കുള്ളത് ഊർധ്വലോകങ്ങൾ താഴോട്ടുള്ളതല്ല, മുകളിലേക്കുള്ളതാണ്. ഊർധ്വം മുകളിലേക്കാണ്. അപ്പോൾ ഭൂലോകത്തിന് താഴോട്ടുള്ളത് ഏതൊക്കെയാണ്? നമ്മൾ പഠിച്ചിരുന്നു അല്ലേ? അതലം, വിതലം, പാതാളം, രസാതലം, മഹാതലം, തലാതലം, ഇങ്ങനെ അധോലോകങ്ങളെ പറഞ്ഞു. അതുപോലെ തന്നെ ഭൂലോകം, പിന്നെ ആ ഭൂലോകത്തിലും പിന്നെ മഹർലോകം, അമ്പരം, സ്വർഗം. ഇത് വക്ഷശ്ച ചക്രനിലയസ്ഥവ ചക്രപാണി, ഇത് ഓർക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മൾ പഠിച്ചത്. അപ്പോൾ ഓരോ ലോകങ്ങളെയും ഏതേത് ഭാഗങ്ങളിലേക്കാണ് വെച്ചിരിക്കുന്നതെന്ന് നമ്മൾ പഠിച്ചു. ജനലോകം, തപോലോകം, സത്യലോകം, ഇങ്ങനെ ഉപരിലോകങ്ങൾ. പിന്നെ അവയെല്ലാം സ്വർഗലോകത്തിൽ ഉൾപ്പെടുത്തി. അങ്ങനെ 3 ലോകങ്ങളായിട്ട് ഈ താമര പൂവിനാൽ തന്നെ വിഭജിച്ചു സൃഷ്ടിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രജാനിർമ്മിതവും പ്രവൃത്തി, അതുപോലെ തന്നെ പ്രജകളെയും സൃഷ്ടിച്ചു. ആദ്യം ലോകങ്ങളെ ഈ താമരത്തണ്ടുകൊണ്ട് തന്നെ, താമരപ്പൂവിനാൽ തന്നെ വിഭജിച്ച് 3 ലോകങ്ങളെ നിർമ്മിച്ചു. അതായത് ഉള്ള ലോകങ്ങളെയെല്ലാം 3ആയിട്ട് വിഭജിച്ചു. കുറേ അതായത് അധോലോകങ്ങളെ ഭൂലോകത്തിലും, പിന്നെ സ്വർലോകം, ജനലോകം, തപോലോകം, സത്യലോകം, അങ്ങനെ ഊർധ്വലോകങ്ങളെ സ്വർലോകത്തിൽ ഉൾപ്പെടുത്തി. അങ്ങനെ ത്രൈലോക്യത്തെ ആ താമരപ്പൂവിനാൽ തന്നെ വിഭജിച്ച് സൃഷ്ടിച്ചിട്ട് പ്രജാനിർമ്മിതവും പ്രവവതേ, പ്രജാസൃഷ്ടിയിൽ ഏർപ്പെട്ടു. ഗുരുവായൂരപ്പ അവിടുത്തെ കരുണ നിറഞ്ഞ കടാക്ഷങ്ങളെ കൊണ്ട് ആശുമാം, വേഗത്തിൽ എന്നെയും, പരിപാഹി, എന്നെയും രക്ഷിക്കണേ, എന്നെ ഈ രോഗങ്ങളിൽ നിന്ന് ഒന്ന് മുക്തനാക്കണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചിരിക്കുകയാണ് മേൽപ്പത്തൂര്. ഇവിടെ ഈ 9ാം ദശകം അവസാനിക്കുകയാണ്. 10 ശ്ലോകങ്ങൾ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ, കൃഷ്ണ ഗുരുവായൂരപ്പ, ഹരേ കൃഷ്ണ. എന്നെയും രക്ഷിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളെയും രക്ഷിക്കണേ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മളെല്ലാവരെയും രക്ഷിക്കട്ടെ ഗുരുവായൂരപ്പൻ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.